കുളിപ്പിച്ച് കൊച്ചിനെല്ലാം കാര്യം കൊള്ളാത്ത. PD സതീശനായിട്ട് പ്രവർത്തകർ തെരുവിലിറങ്ങിയിട്ടുണ്ടെന്നുള്ള പുതിയ അപ്ഡേറ്റ്. ഇത് കൊച്ചിയിൽ നിന്നാണ് ഈ കാഴ്ച. കൊച്ചി നെട്ടൂരിൽ നിന്നാണ്. അവിടെ പ്രവർത്തകർ കേസിക്കായി വീണ്ടും വഴി നീളെ ഫ്ലക്സുകൾ. സെക്രട്ടേറിയറ്റിന്റെ നട മുതൽ ഡൽഹി കേരള ഹൌസിന് മുന്നിൽ വരെ KC സ്തുതി. മാത്യു കുഴൽനാടനെതിരെ ഫ്ലക്സ് ബോർഡ് ഉയർത്തി യൂത്ത് ലീഗ്. കുഴൽനാട, നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട, പട നയിച്ചവർ ഭരിക്കട്ടെ എന്നാണ് ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ വേണ്ട എന്ന കടുത്ത നിലപാടിൽ PD സതീശൻ. എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്തോളാം. അല്ല, നിങ്ങൾ ആരും എന്റെ പേര് പറയാം. അടിപൊളി. പടം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാമെന്ന് അറിയില്ല കേട്ടോ. ഇതൊരു ശ്രീനിവാസൻ പടമായിരിക്കുമോ, അതോ നമ്മുടെ ജോഷി പടമായിരിക്കുമോ, അതോ ഇനി പഴയ ഷക്കീല പടമായിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ KPCC ആസ്ഥാനത്തൊക്കെ നടന്ന ചില രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഷക്കീല പടമായി തീരുമെന്ന് നമുക്ക് സംശയമുണ്ട്. എന്തായാലും നമ്മളങ്ങനെ മസിൽ പിടിച്ച് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം സത്യം പറഞ്ഞാണ്ടല്ലേ മഹാബോറായിരുന്നു കേട്ടോ. ഒരു അവാർഡ് സിനിമ പോലെ 10 വർഷം കഴിഞ്ഞു പോയി, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചില കടക്ക് പുറത്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുക തുടങ്ങിയ ചില ഒരു ഡയലോഗൊക്കെ വന്ന് ഒരു ഹരം കൊണ്ടുപോയി എന്നല്ലാതെ കാര്യമായി ഒന്നും ഉണ്ടായില്ല. അങ്ങനെ 10 വർഷം ശാന്തമായി കടന്നുപോയി. എവിടെയും ഒരു സ്റ്റണ്ടോ അല്ലെങ്കിൽ പാട്ടോ ഒന്നും ഇല്ലാണ്ട് കടന്നുപോയി. ഒരു ബോറടിച്ചിരിക്കുമ്പോഴാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ പാടെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു മാസ്റ്റർ പീസ് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ഒരു സുഖമുണ്ട്. നമുക്ക് മലയാളി അനുഭവിച്ചല്ലേ പറ്റൂ. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാണുക തന്നെ. അതിഗംഭീരമായിട്ടുണ്ട് ഈ പെർഫോമൻസ്. ഇതിന് വേണ്ടിയിട്ടാണ് മലയാളി കാത്തിരുന്നത്. 10 വർഷമാണ് മലയാളിയുടെ നഷ്ടപ്പെട്ടത്. വലിയൊരു എൻ്റർടൈൻമെൻറ്റാണ്. എന്തൊരു സുഖമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ 2-3 ദിവസമായിട്ട് ആകെ ഈ മീഡിയാസൊക്കെ കൊണ്ടാടുകയാണ്. അവരിതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ കഴിഞ്ഞ ഒരു 2-3 വർഷം ഈ പണിയെടുത്തത് തന്നെ. ഇതൊരു വലിയ ചാകരയാണെന്ന് എല്ലാ മീഡിയകൾക്കും അറിയാമായിരുന്നു. ഇതിപ്പോൾ റിലീസ് ചെയ്യാൻ പോണ പടത്തിൻ്റെ ട്രെയിലർ മാത്രമേ പുറത്തു വന്നുള്ളൂ. ഈ കഥ എങ്ങനെ പുരോഗമിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സഹനടന്മാർ വന്നിട്ടില്ല, വില്ലന്മാർ വന്നിട്ടില്ല, കൊമേഡിയന്മാർ വന്നിട്ടില്ല. ഇത് പോകെയാണ് ഈ കഥ ഏത് വിധത്തിലാണ് ഡെവലപ്പ് ചെയ്യുക എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. വില്ലനൊക്കെ രംഗത്തു നിന്ന് ഇറങ്ങണം. അതെവിടുന്നാണ് വരിക എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഏതൊക്കെ ഭാഗത്തു നിന്ന് വില്ലന്മാർ ഇറങ്ങുന്ന അറിയാലോ. അപ്പോഴാണ് ഈ കഥ ശരിക്കും അങ്ങനെ നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ കഥയുടെ ഇൻ്റർവെല്ലൊക്കെ എവിടെ വെച്ചിട്ട് സസ്പെൻസ് ഉണ്ടാവുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ആഘോഷിക്കാനുള്ള വലിയൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആരെ സംവിധാനം ചെയ്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ശ്രീനിവാസനായിരിക്കുമോ, ജോഷി ആയിരിക്കുമോ, അതോ ഷക്കീല പടം സംവിധാനം ചെയ്ത ആൾക്കാരായിരിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈ 5 വർഷം മുഴുവൻ കഴിഞ്ഞ് ഈ സിനിമ ഫുള്ളായി കണ്ടു കഴിയുമ്പോഴേ നമുക്ക് അവസാനത്തിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ക്ലൈമാക്സ് ട്രാജഡി ആയിരിക്കുമോ കോമഡി ആയിരിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം ആ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ 5 വർഷത്തേക്കാണ്. അതിന് നമ്മൾ മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ചെയ്തു പോയതല്ലേ. നമ്മുടെ കയ്യിലിരുന്ന പണം കൊടുത്തിട്ടല്ലേ നമ്മൾ ഈ ടിക്കറ്റിനെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് കൊടുക്കാം, ഈ കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം, ടെൻഷൻ അടിക്കാം, പ്രകോപനം കൊള്ളാം, ദേഷ്യം തോന്നാം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേഷ്യം തോന്നുമ്പോൾ ആ മതിലിലൊക്കെ എവിടെയെങ്കിലും പോയി മാന്തിയാൽ മതി. ചിരിക്കണമെന്ന് തോന്നുമ്പോൾ ഉറക്കെ ചിരിച്ചോളൂ. കരയണമെന്ന് തോന്നുകയാണെങ്കിൽ നന്നായി കരഞ്ഞോളൂ. 5 വർഷം നിങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു സിനിമ കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ എന്ന് മാത്രമാണ് ഈ ട്രെയിലർ കാണുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇതെല്ലാം മലയാളിയുടെ വിധി എന്ന് മാത്രം പറയട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക്, സ്പേസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നന്ദി, നമസ്കാരം.